ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ദ മഹീന്ദ്രയുടെ XUV സൗണ്ടിൽ വന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ കൂടെയാണ്. ഈ ഒരു വാഹനം നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് എബണി എന്ന് പറയുന്ന ആ ഒരു എഡിഷനും കൂടെ ഇതിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. എബണി എന്ന് പറയുന്ന ആ ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ വെച്ചാൽ എബണി എന്ന് പറയുന്ന കളർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ അങ്ങനെയൊക്കെ പറയുന്ന ഒരു പേരാണ് നമ്മൾ നോർമലി എബണിയിൽ പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്കത് വ്യക്തമാവുന്ന വെച്ചാൽ വളരെ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന മനോഹരമായ ഒരു സ്ലേറ്റ് ഡിസൈനിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 ലക്ഷം യൂണിറ്റ് വാഹനം നമുക്കിപ്പോൾ ഓവറോൾ സെയിലായിട്ടുണ്ട്. ഒരു 3 വർഷം കൊണ്ടാണ് അത്രയും വാഹനങ്ങൾ വിറ്റഴിഞ്ഞിട്ടുള്ളത്. അതായത് ഒരു XUV സെഗ്മെൻറ്റിൽ അത്രയും വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടൊരു വലിയൊരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എബണി എന്ന് പറയുന്ന കളർ വരുമ്പോൾ ഈ ഒരു വാഹനം കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല. അതായത് ഈ വാഹനത്തിന് പല എലിമെൻസിലും, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ടൈമിന് ബമ്പറിൽ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത്, അതായത് ഈ ഒരു ലിപ്പ് ഭാഗത്തേക്ക് വരുന്ന ടൈമിന് നമുക്ക് കാണാനുള്ളത് അവിടെ ഒരു സിൽവർ ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ചിലർ ചോദിക്കും ഓൾമോസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് അത് ബ്ലാക്ക് കൊടുത്തില്ല വെച്ചാൽ, മഹീന്ദ്ര അതിനെ വിശേഷിപ്പിക്കുന്നത് വെച്ചാൽ അവിടെയും കൂടി ബ്ലാക്ക് കൊടുത്താൽ അതിലും ഒരു ഭംഗി കൂടുതൽ ഇങ്ങനെ വരുന്നൊരു ഡിസൈനിലാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിസൈനിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിന് മനസ്സിലാവുന്നത് ഇതൊക്കെ നമുക്ക് സിൽവർ ഫിനിഷ് തന്നെ നൽകിയിട്ടുണ്ട്. ഗ്രിൽ സെക്ഷനും കംപ്ലീറ്റ് ബ്ലാക്ക് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് മാത്രമാണ് ആ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ഗ്രേ ഫിനിഷിൽ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്കെല്ലാം വരുന്ന ടൈമിന് നമുക്ക് ഒരു സ്മോക്ക് ഫിനിഷും തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഭാഗം വരുന്നത്. ഓട്ടോ ബൂസ്റ്റിംഗ് ഹെഡ് ലാമ്പാണ്, കൂടാതെ ഓട്ടോ ഹെഡ് ലാമ്പും കൂടിയാണത്. പിന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, കോർണറിങ് ലാമ്പ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഇതിന് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വളരെ സ്ലീക്കായിട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എഡാസ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ, അതായത് AX7 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. AX7ഉം AX7 ലക്ഷറിയിലായിരിക്കും നമുക്ക് എബണി എഡിഷൻ അവൈലബിൾ ആയിരിക്കുക. പിന്നെ റഡാറിൻ്റെ ആ ഒരു സെക്ഷൻ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ എഡാസിൻ്റെ അതിൻ്റെ ക്യാമറ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ തന്നെ ഓട്ടോ സെൻസിങ് വൈപ്പേഴ്സും കൂടിയാണ് നൽകിയിട്ടുള്ളത്. അത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് 2750 മില്ലിമീറ്റർ വീൽ ബേസ് വരുന്ന ഒരു വാഹനമാണ്. അതായത് ഒരു 7 സീറ്റർ വാഹനമാണെങ്കിൽ പോലും ഇന്ത്യയിൽ നല്ല മികച്ച സ്പേസ് കിട്ടാൻ നമുക്ക് ആ ഒരു വീൽ ബേസ് സഹായിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന ടൈമിന് നമ്മൾ ഫ്രണ്ടിൽ നോക്കിയ ടൈപ്പ് പോലെ തന്നെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഡിസൈനാണ് വരുന്നത്. അതായത് നോർമൽ എബണി എഡിഷൻ അല്ലാത്ത സൗണ്ടുകൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗമെല്ലാം നമുക്കൊരു ക്രോം ഫിനിഷ് ആണെങ്കിൽ ഇവിടെ അതൊക്കെ ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ORVMൻ്റെ ഭാഗം ഇതൊക്കെ ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് എബണി എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. അതായത് ഡ്രൈവറുടെ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ എബണി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ് വീലിലേക്ക് വരുന്ന ടൈമിന് 18 ഇഞ്ചിൻ്റെ അലോയ് വീലാണ്. അതും കംപ്ലീറ്റ് ബ്ലാക്ക് തന്നെ നൽകിയിട്ടുണ്ട്. നടുവിലായിട്ട് മഹീന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ലോഗോ ഉണ്ട്. ഫ്രണ്ടും റിയറും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു കാലിപ്പറും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിന് വളരെ ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് സൈഡ് പ്രൊഫൈലിൽ ലഭിക്കും. ഇനിയിപ്പോൾ A പില്ലർ, B പില്ലർ, C പില്ലറും അതേപോലെ തന്നെ ഈ ഒരു റൂഫ് റെയിലൊക്കെ ബ്ലാക്ക് ഫിനിഷ് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു നമ്മളെ ബോഡി ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അത്രയാണ് നമ്മൾ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇനി നമുക്ക് റിയർ സെക്ഷനിലേക്ക് പോകാം. ഇനി നമുക്ക് റിയർ സെക്ഷൻ നോക്കാം. റിയർ സെക്ഷനിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ റിയറിലുള്ള സ്കിഡ് പ്ലേറ്റും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് അല്ലെങ്കിൽ ഗ്രേ ഫിനിഷ് തോന്നിപ്പിക്കുന്ന ആ ഒരു കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിന് ആ ഒരു നമ്മളെ മുൻപുള്ള XUV സൗണ്ടുകളിൽ വരുന്ന അതേ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ നമ്മൾ റിയർ ഡീഫോഗർ അതേപോലെ തന്നെ റിയർ വൈപ്പറിൻ്റെ സെക്ഷൻ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു സിൽവറിൽ വരുന്ന ലോഗോ കാണാം. റിയർ ക്യാമറേൻ്റെ ആ ഒരു ഭാഗമുണ്ട്. പിന്നെ ഒരു എയറോ എയറോ ഡിസൈനിൽ വരുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ്, LED ടെയിൽ ലാമ്പ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. XUV സൗണ്ടോടുന്ന ആ ഒരു ബാഡ്ജിങ്ങും പിന്നെ അത് വേരിയൻറ്റിൻ്റെ AX7 എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്ങും പിന്നെ റിയറിൽ 2 റിയർ പാർക്കിംഗ് സെൻസറാണ് അവിടെ വരുന്നത്. പിന്നെ നമുക്ക് എബണി എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് റിയർ സൈഡിൽ ഇവിടെയും വരുന്നുണ്ട്. അതായത് വാഹനത്തിൽ എക്സ്റ്റീരിയറിൽ വരുമ്പോൾ 2 ഭാഗത്താണ് എബണി എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുള്ളത്. ഒന്ന് റിയറിലും ഒന്ന് റൈറ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ റിയർ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ 7 സീറ്റർ വണ്ടിയാണ്. ഈ ഒരു സീറ്റ് നമ്മൾ
ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇത് ജസ്റ്റ് വരുന്ന ടൈമിൽ നമുക്ക് ബൂട്ട് സ്പേസ് കുറച്ചുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പെയർ വീല് വാഹനത്തിൻ്റെ താഴത്താണ് വരുന്നത്. ജസ്റ്റ് അതിൻ്റെ ടൂൾ ബോക്സും കാര്യങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഈ വഴി നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുന്ന ടൈമിന് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാം. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. നമ്മൾ എബണി എന്ന് പറയുന്ന വാഹനത്തിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട പോലെ തന്നെ ഇന്റീരിയറിലേക്ക് വരും. ഇതിന്റെ മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ വാഹനത്തിന്റെ ഉള്ളിൽ ബ്ലാക്ക് വന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് നോക്കുന്ന ടൈമിന് ആദ്യം ഈ ഒരു എലിമെന്റ് ഒക്കെ നമുക്ക് വൈറ്റ് ഫിനിഷ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ലെതറിന്റെ ആ ഒരു സോഫ്റ്റ് ടച്ച് വരുന്ന ലെതർ ഫിനിഷിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ്. പിന്നെ നമുക്ക് കംപ്ലീറ്റ് വരുന്നില്ല, ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ വരുന്നുണ്ട്. അതായത് ഡുവൽ ടോൺ കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഒരു ഭംഗി കൂടുതൽ കിട്ടുന്നുള്ള രീതിയിലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡോറിലൊക്കെ പോകുന്ന ടൈമിന് അവിടെയൊക്കെ ആ ഒരു ഫിനിഷിങ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു ലെതർ മെറ്റീരിയലൊക്കെ ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുന്ന ടൈമിൽ സീറ്റ് കംപ്ലീറ്റ് ബ്ലാക്കായി മാറിയിട്ടുണ്ട്. അതായത് സോഫ്റ്റ് ടച്ച് വരുന്ന നല്ല കുഷനോട് കൂടിയിട്ട് വരുന്ന മികച്ച സീറ്റ് തന്നെയാണ്. അതും ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മറ്റുള്ള കാര്യത്തിലേക്ക്, അതായത് ഡിസ്പ്ലേ കാര്യങ്ങളിലേക്ക് വരുന്ന ടൈമിന് ഒരു ഫുള്ളി HD ഡിസ്പ്ലേ ആണ് വരുന്നത്. വിശാലമായ, അതായത് ഡ്രൈവർ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അതായത് ക്ലസ്റ്റർ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും കംപ്ലീറ്റ് ഒരു വലിയ സ്ക്രീനിൽ തന്നെ വരുന്നുണ്ട്. X7 എന്ന് പറയുന്ന വേരിയന്റ് ആണിത്. ഇതിന് നമുക്ക് സോണിയുടെ ആ ഒരു സ്പീക്കർ സിസ്റ്റം ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല. X7 ലക്ഷറി എന്ന് പറയുന്ന ആ ഒരു വേരിയന്റിലായിരിക്കും 360 ഡിഗ്രി ക്യാമറ, അതേപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റും നമ്മളെ സോണിയുടെ 12 സ്പീക്കർ വിത്ത് സബ് വൂഫറിന്റെ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആവുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ AC, ഡുവൽ സോൺ AC ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ACന്റെ ആ ഒരു ചുറ്റുമൊക്കെ ഇവിടെയൊക്കെ നമുക്കൊരു എന്താ പറയുക, കുറച്ച് ക്രോം ഫിനിഷ് തന്നെ ഒരു ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ആ ഒരു ഡിസൈനൊക്കെ വരുന്നത്. ACന്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ വിശാലമായ കൂൾഡ് ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ പോർഷനും കാര്യങ്ങളും X7 ലക്ഷറിയിലായിരിക്കും അവൈലബിൾ ആയിരിക്കാം. പിന്നെ ചാർജിങ്ങിന്റെ കാര്യങ്ങളും കാരണം ഇവിടെ ഇനിയിപ്പോൾ ഗിയർ ലിവർ വരുമ്പോൾ 6 സ്പീഡിന്റെ ആ ഒരു ഗിയർ നോബും കാര്യങ്ങളാണ്. ഇത് ഡീസൽ മാനുവൽ വാഹനമാണ്. അതുകൊണ്ട് ഡീസൽ വാഹനത്തിന് നമുക്കിവിടെ ഡ്രൈവ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് സാപ്പ് സൂ എന്ന് പറയുന്ന 3 ഡ്രൈവ് മോഡ്സും കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഡ്രൈവ് മോഡും ഉണ്ടാവും. ഇനിയിപ്പോൾ സൗണ്ട് ഹോളിലേക്ക് ചെറിയ ആഡ് ഓൺ ആയിട്ടുള്ള ചെറിയൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് റിയർ, അതായത് X7 ഒക്കെ പോകുന്ന ടൈമിന് നമ്മൾ റിയർ AC ആ ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഡ്രൈവിലാണെങ്കിൽ നമുക്ക് റിയർ സൈഡ് കാണാനുള്ള ഒരു ഓപ്ഷനും കൂടെ, അതായത് ഗിയർ നോബ് ഇടാതെ തന്നെ നമുക്കത് കാണാനുള്ള ഓപ്ഷൻ ഇവിടെ സ്വിച്ചിലേക്ക് മാറിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ലെതർ ഫിനിഷിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ X7 ഹാൻഡ് ബ്രേക്ക് ലിവറിലാണ് വരുന്നത്. X7 ലക്ഷറിയിലാണെങ്കിൽ ഇലക്ട്രിക് സ്വിച്ചും ഓട്ടോ ഹോൾഡും ഉള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് മ്യൂസിക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഒരു നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ ഹാൻഡ് റെസ്റ്റിന്റെ ഭാഗം നമുക്ക് ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. സ്ലൈഡിങ് ആണ്, സ്റ്റോറേജ് അണ്ടറിൽ വരുന്നുണ്ട്. ആ രീതിയിലാണ് ഫ്രണ്ടിൽ പറയാനുള്ളത്. സ്റ്റിയറിംഗിലേക്ക് വരുന്ന ടൈമിന് ആ ഒരു 3 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ്. സൈഡിൽ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഓഡിയോ കൺട്രോളും കാര്യങ്ങളും ആ ഒരു ഭാഗമൊക്കെയാണ് ഇവിടെ വരുന്നത്. ഈ റൈസറിലേക്ക് വരുമ്പോൾ ക്രൂസ് കൺട്രോൾ അതേപോലെ തന്നെ അഡാസിൻ്റെതും ഈ ഒരു സ്ക്രീന് സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഇൻഫോർടൈൻമെന്റിലേക്ക് പോകുന്ന കീയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെയൊക്കെ നമുക്കൊരു അലൂമിനിയം ഫിനിഷ് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ്. ബേസ് വേരിയന്റ് മുതൽ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈസി ഹാൻഡ്ലിംഗ് ആണ്. പിന്നെ കൂടാതെ സ്റ്റിയറിംഗ് ഡയറക്ഷൻ ഒക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. ടയർ പ്രഷർ മോണിറ്ററിംഗ് പോലെയുള്ള എല്ലാ സിസ്റ്റവും നമുക്ക് X7 എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ മിറേഴ്സ് ഒക്കെ വരുമ്പോൾ ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള മിറർ തന്നെയാണ് നമുക്ക് X7ലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു മിറർ വരുമ്പോൾ ഡേ നൈറ്റ് IR ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയിലാണ് വരുന്നത്. പിന്നെ അഡാസിന്റെ ആ ഒരു ക്യാമറ സിസ്റ്റം വരുന്ന ഭാഗമാണ് അവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു സൺഗ്ലാസിന്റെ ഹോൾഡർ ഉണ്ട്. പിന്നെ നമ്മൾ വിശാലമായ പാനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ വൺ ടച്ചിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് പോയിക്കോളും. ആദ്യം ആ ഒരു താഴത്തെ പോർഷനും പിന്നെയായിരിക്കും ഗ്ലാസ് പോവുക. ഗ്ലാസ് പോകാൻ ജസ്റ്റ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പോയിക്കോളും. നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. നല്ല വെയിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടത്തേക്ക് വരുന്ന ടൈമിന് വാനിറ്റി മിറർ, ഇവിടെ നമുക്കൊരു വാനിറ്റി മിറർ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വാനിറ്റി മിറർ അവൈലബിൾ ആയിരിക്കില്ല. കുറച്ചുകൂടെ സേഫ്റ്റി എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എബണി എഡിഷനിലേക്ക് ഈ ഒരു വാഹനം വന്ന് നമ്മൾ കണ്ടു. ഇന്റീരിയർ കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, ഈ ഒരു അതായത് നമ്മൾ
ഹെഡ് പോർഷനിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് മുകളിലോട്ട് ഒരു ബീജ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്തൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മേലെ നിന്ന് വരുന്ന ആ ഒരു ചൂട് വളരെ കുറവായിരിക്കും. ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് റൂഫിൽ വരുന്ന ആ ഒരു ടെമ്പറേച്ചറും കൂടി ഇതിൽ വന്നിട്ട് ഇന്റീരിയർ വളരെ ഹോട്ട് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു മിഡ് റോ സീറ്റിലേക്ക് വരുന്ന ടൈമിന് നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. ഈ ഒരു സീറ്റ് നല്ല റിയറിലേക്ക് ഉള്ളത് എങ്കിൽ പോലും എനിക്ക് മുട്ട് തട്ടുന്ന അങ്ങനെയൊന്നുമില്ല. നല്ല സ്പേസ് ഉണ്ട്. 6.2 ആണ് എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. എങ്കിൽ പോലും മുട്ട് തട്ടുന്ന അങ്ങനെയുള്ള പ്രശ്നമില്ല. നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു സെൻട്രൽ ടണലിൻ്റെ ഭാഗമൊക്കെ സെൻട്രൽ ടണൽ വരുമ്പോൾ ഹൈറ്റിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നടുവിലൊരാളിപ്പോൾ പോലും നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. ഈ ഒരു കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മളത് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ആ ഒരു ലെതർ ഫിനിഷിലേക്ക് വരുന്ന ടൈമിൽ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ആ ഒരു ഡിസൈനൊക്കെ വരുന്നത്. പിന്നെ നമുക്കിവിടെ റിയർ AC-ൻ്റെ ഭാഗങ്ങൾ കാണാം. ഇവിടെ ഒരു ചാർജിങ്, അതായത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഭാഗവും ഇവിടെ ഫോൺ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ എല്ലാ സീറ്റിനും നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെയാണ്. ഇനി നമുക്ക് റിയർ സൈഡിൽ സീറ്റിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ട് നോക്കാം. ഇനി നമുക്ക് തേർഡ് റോയിലുള്ള സീറ്റിങ്ങിൻ്റെ കംഫർട്ട് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഈ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള അതിൻ്റെ ഒരു ലിവർ ഇവിടെ വരുന്നത്. നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിംഗിൾ പ്രസ് തന്നെ അത് കയറിപ്പോയിക്കോളും. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു 6.2 ഹൈറ്റിലൊരു വ്യക്തിയാണ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്കിവിടെ മുട്ടൊന്നും തട്ടുന്നില്ല. അതായത് ഞാൻ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കിയാൽ മനസ്സിലാവും, മുട്ട് തട്ടുന്നില്ല. ഈ ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതായത് പിന്നെ ഒരു ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. നോർമലി ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനിപ്പോൾ തേർഡ് റോയിൽ സീറ്റിങ്ങിൽ അങ്ങനെ സ്പേസ് ഉണ്ടാവുമോ, അതോ കൺജസ്റ്റഡ് ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ കംഫർട്ടാണ്. നമുക്ക് ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ തന്നെ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തേർഡ് റോയിലും കൂടെ നമുക്ക് AC-യിൽ മോഡ്യൂൾസ്, അതായത് AC നമുക്ക് തേർഡ് റോയിലും അവൈലബിൾ ആണ്. മോഡ്യൂൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഡ് കാര്യങ്ങൾ ക്രമീകരിക്കാം. രണ്ട് ഭാഗത്തും AC-ൻ്റെ വെന്റ് വരുന്നുണ്ട്. ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. രണ്ട് ഭാഗത്തും കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് സ്പീക്കർ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ തേർഡ് റോയിലും നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള അതൊരു ഹാങ്ങറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും കവറൊക്കെ ഹാങ് ചെയ്യാൻ ഒക്കെ അതിൻ്റെ പോർഷനൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാം. ഈ ഒരു റൈറ്റ് സൈഡിലെ ഡ്രൈവർ ഡോറിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് മെമ്മറി ഫംഗ്ഷനിൽ വരുന്ന സീറ്റിംഗ് ആണ് വരുന്നത്. അതായത് ഈ ഒരു സീറ്റ്, ഡ്രൈവർ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട്, പിന്നെ ഈ ഒരു ഭാഗം പിറകിലോട്ട്, പിന്നെ നമ്മളെ ബാക്കിലെ പാർട്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് കുറക്കാനും അതായത് താഴ്ത്താനും ഇത് മുകളിലോട്ടാക്കിയാൽ പൊങ്ങും. അതായത് അത്രയും രീതിയിലുള്ള വരുന്ന, അതായത് ഇതിൽ നമുക്കൊരു 6 way എന്ന് പറയാം. എങ്കിൽ പോലും ഇവിടെ ഒരു ലംബർ സപ്പോർട്ടിന് വരുന്ന ആ ഒരു ഭാഗമുണ്ട്. അതായത് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ആ ഒരു സിസ്റ്റം കൂടെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ മെമ്മറി ഫംഗ്ഷനാണ്. 3 പാസഞ്ചേഴ്സിന് മെമ്മറി ഫംഗ്ഷനിൽ ഇട്ട് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ORVM-ൻ്റെ അഡ്ജസ്റ്റിംഗ് ആണ്. ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ട്. നമ്മൾ എല്ലാ പവർ വിൻഡോസാണ്. ഡോർ ലോക്ക്, വിൻഡോസിൻ്റെ അൺലോക്ക് കാര്യങ്ങൾ, പിന്നെ ഹാൻഡിൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗം, ഇവിടെ നമുക്കൊരു ഡോറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമാണ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറും പിന്നെ അംബ്രല വെക്കാനുള്ള ഇതിൻ്റെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ വിത്ത് ഇലൂമിനേഷൻ വരുന്നുണ്ട്. റിയർന്ന് വാഹനം വരുമ്പോൾ രാത്രിയൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഡോർ ഓപ്പണിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടുള്ള അത്രയും ഭാഗങ്ങളാണ് അവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ഈ ഒരു സൈഡിലൊക്കെ വരുന്ന ടൈമിന് ഇവിടെ ഹിൽ ഡിസെൻറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളും ട്രാക്ഷൻ ഓൺ ഓഫ്, പിന്നെ മൈക്രോ ഹൈബ്രിഡിൻ്റെ സ്റ്റോപ്പ് സ്റ്റാർട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അത്രയാണ് ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്.